മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലൂടെ അശാസ്ത്രീയമായി വെള്ളം തുറന്നുവിട്ടുവെന്ന ആക്ഷേപവുമായി കർഷകർ. മാങ്കുറ്റിപ്പാടത്തെ 7 ഏക്കറോളം നിലത്തിലെ വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാനാകുന്നില്ലെന്ന് പരാതി. ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വെള്ളച്ചാലിലേക്ക് മറിഞ്ഞു. കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ 375 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾക്കും നാളെ തുടക്കമാകും. ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. വടക്കാഞ്ചേരി ദേശം സാമ്പിൾ വെടിക്കെട്ട് നടത്തും. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലൂടെ തുടർച്ചയായി 5 ദിവസത്തോളം വെള്ളം തുറന്നുവിട്ടത് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കർഷകർക്ക് കനത്ത നാശം വരുത്തിയതായി പരാതി. മാങ്കുറ്റിപ്പാടത്തെ 7 ഏക്കറോളം നിലത്തിലെ വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാൻ കഴിയാത്ത വിധം കണ്ടങ്ങളിൽ വെള്ളം കയറിയതാണ് കർഷകർക്ക് ദുരിതമായത്. കണ്ടങ്ങളിൽ വെള്ളം നിറഞ്ഞതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ ബുദ്ധിമുട്ടായി. കനാലിൽ വെള്ളം കുറഞ്ഞെങ്കിലും പാടത്ത് ഉറവ രൂപപ്പെട്ടതാണ് ഇപ്പോൾ ദുരിതമായത്. കൊയ്ത്തിന് ശേഷം വൈക്കോൽ നനയാതെ ശേഖരിക്കാനും വെള്ളത്തിന്റെ ശല്യം മൂലം കർഷകർക്ക് കഴിയാത്ത സാഹചര്യമാണെന്ന് കർഷകനും പഞ്ചായത്ത് അംഗവുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു. മറ്റത്തൂർ ബ്രാഞ്ച് കനാലിൽ 5 ദിവസം വെള്ളം വിട്ട കാരണം 5-6 ദിവസം അടുപ്പിച്ച് വെള്ളം വിട്ടു. ഈ 6 ദിവസം അടുപ്പിച്ച് വെള്ളം വിട്ട കാരണം ഇപ്പോൾ ഈ പാടശേഖരത്തിൽ മുഴുവൻ വെള്ളമാണ്. 7 ഏക്കർ മേലെ നിലമുണ്ട്. ഈ 7 ഏക്കർ നിലത്തിൽ ഇപ്പോൾ വീണ് കിടക്കണ നെല്ലും വൈക്കോല് കംപ്ലീറ്റ് പോയി. വീണ് കിടക്കണ നെല്ലിലൊക്കെ വെള്ളം കയറി. ഞങ്ങൾക്ക് വൈക്കോലും നഷ്ടപ്പെട്ടു, നെല്ലും നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്ക് ഇത് തരിച്ചിടേണ്ട ഗതികേടിലേക്ക് തന്നെയാണ് വരുന്നത്. ആദ്യകാലത്ത് നെൽകർഷകരുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളം തുറന്നുവിട്ടിരുന്നതെന്ന് കർഷകർ പറയുന്നു. വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കുന്നതുവരെ കനാലിൽ വെള്ളം വിടാറില്ല. എന്നാൽ ഇപ്പോൾ നെൽകർഷകരുടെ താൽപര്യങ്ങളെ അവഗണിക്കുകയാണെന്ന് കർഷകനായ ശിവരാമൻ പോതിയിൽ പരാതിപ്പെട്ടു. ഈ എല്ലാ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത് ജാതിക്കും വാഴയ്ക്കും തെങ്ങിനുമാണ്. അത് തന്നെയല്ല കുടിക്കാൻ വെള്ളമില്ല എന്ന പേരിലാണ് കനാൽ വെള്ളത്തെ ദുരുപയോഗം ചെയ്യുന്നത്. ഞങ്ങൾക്കും പറമ്പാക്കി പച്ചക്കറിയും വാഴയും വയ്ക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. നെൽകൃഷി ഇതോടുകൂടി അവസാനിപ്പിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളുടെയൊക്കെ കൃഷി. ഇപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഇതിൽ വന്നത്, ഈ വെള്ളം വന്നതുകൊണ്ട്. TCV കൊടകര. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വെള്ളച്ചാലിലേക്ക് മറിഞ്ഞു. കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറത്തു നിന്ന് വരികയായിരുന്ന കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപ്രതീക്ഷിതമായി വാഹനത്തിന്റെ മുന്നിലേക്ക് പന്നി ചാടിയതോടെ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് വെള്ളച്ചാലിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 2 യാത്രക്കാരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കാനയിൽ കുടുങ്ങിയ കാർ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുത്തു. കാറിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ 375 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾക്കും നാളെ തുടക്കമാകും. രാജ്യത്തെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നതിനാലാണ് തൃശൂർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനുകളും ഉൾപ്പെടുന്നത്. പ്രധാനമന്ത്രി ഓൺലൈനായി പങ്കെടുക്കുമ്പോൾ അതത് റെയിൽവേ സ്റ്റേഷനുകളിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷന് 375 കോടി അനുവദിച്ചപ്പോൾ ഗുരുവായൂർ സ്റ്റേഷന് 10.9 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. രാത്രി 8-ന് വടക്കാഞ്ചേരി ദേശമാണ് സാമ്പിൾ വെടിക്കെട്ട് നടത്തുക. ഇതിനു മുന്നോടിയായി പങ്കാളിത്ത ദേശങ്ങളുടെ സമർപ്പണമായി മട്ടന്നൂർ ശ്രീരാജ്, മട്ടന്നൂർ ശ്രീകാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ആൽത്തറമേളം നടക്കും. പെസോ അംഗീകൃത ലൈസൻസി ശിവകാശി വിജയകുമാറും മലൂക്കാവ് ഗോപിനാഥനുമാണ് 3 വിഭാഗത്തിന്റെയും വെടിക്കെട്ട് ഒരുക്കുന്നത്. 27-ന് പൂരം ദിവസം രാത്രി 8:30-ന് ഏങ്കക്കാട് ദേശവും പൂരപ്പിറ്റേന്ന് പുലർച്ചെ 5:30 കുമരനെല്ലൂരുമാണ് വെടിക്കെട്ട് ഒരുക്കുക. ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഈ വർഷം പറപ്പുറപ്പാട് ദിവസത്തെ വെടിക്കെട്ട് മുടങ്ങിയിരുന്നു. ദേശങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിൽ ഇന്നലെയാണ് ജില്ലാ ഭരണകൂടം വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകിയത്. വിശ്വാസം വർഗീയതയായും വർഗീയത ഫാസിസമായും മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫെഡറൽ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം സാമ്പത്തിക രംഗത്ത് മാത്രമല്ല സാംസ്കാരിക രംഗത്തും ശക്തമാക്കണമെന്നും മുഖ്യമന്ത്രി. നവകേരള സദസ്സിന്റെ തുടർച്ചയായി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടി തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ ചരിത്രഘട്ടങ്ങളിലും
പുരോഗതിയുടെ ചാലുകീറാൻ മുൻനിന്ന് പ്രവർത്തിച്ചവരാണ് സാംസ്കാരിക നായകർ. രാഷ്ട്രീയ സാംസ്കാരിക സാഹോദര്യമാണ് കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയത്. ഫാസിസം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഭേദങ്ങൾക്ക് അതീതമായ ഒരുമയുടേതാണ്. ആ ഒരുമ തകർന്നാൽ കലക്കും കലാകാരന് നിലനിൽക്കണമെങ്കിൽ എഴുത്തുകാരന് നിലനിൽക്കണമെങ്കിൽ ജനമനസ്സുകളുടെ ഐക്യത്തിൻ്റെ ചുവർ ഇവിടെ നിലനിൽക്കണം. ഫാസിസം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. വിശ്വാസത്തെ വർഗീയതയായും വർഗീയതയെ ഭീകരതയായും പരിവർത്തിപ്പിക്കുമ്പോൾ ജനാധിപത്യം ഫാസിസത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഐക്യ കേരളത്തെ ജാതി പറഞ്ഞും മതം പറഞ്ഞും ജീവിതശൈലി പറഞ്ഞും അനൈക്യ കേരളമാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് അനുവദിച്ചുകൂടാ. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ സാംസ്കാരിക രംഗത്ത് ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. ഈ കാഴ്ചപ്പാടോടെ ജനകീയ പ്രശ്നങ്ങൾ സാംസ്കാരിക അജണ്ടയിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, പത്മശ്രീ കലാമണ്ഡലം ഗോപി, വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സാഹിത്യകാരന്മാരായ കെ സച്ചിദാനന്ദൻ, ടി പത്മനാഭൻ, വി കെ ശ്രീരാമൻ, സംവിധായകൻ കമൽ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ചോറ്റാനിക്കര മകം തൊഴലിനായി ഭർത്താവിനോടൊപ്പം പോയ വീട്ടമ്മ വാഹനാപകടത്തിൽ മരിച്ചു. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ താമസിക്കുന്ന വലിയകത്ത് മണികണ്ഠന്റെ ഭാര്യ 45 വയസ്സുള്ള ശ്രീജയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30 എറണാകുളം ഇടപ്പള്ളി ജംഗ്ഷനിലായിരുന്നു അപകടം. ബൈക്കിന്റെ ഹാൻഡിലിൽ കാർ തട്ടിയതിനെ തുടർന്ന് മണികണ്ഠനും ശ്രീജയും വീഴുകയായിരുന്നു. റോഡിൽ വീണ ശ്രീജയെ മറ്റൊരു വാഹനമിടിച്ചാണ് മരണം സംഭവിച്ചത്. ഗുരുവായൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. ചാവക്കാട് തിരുവത്ര പാലക്കൽ വീട്ടിൽ 36 വയസ്സുള്ള ഫാറൂഖ് ആണ് മരിച്ചത്. തിരുവത്ര ഹസൻപുരയ്ക്കൽ ഷജീർ അലിക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി പുത്തമ്പള്ളി കമ്പനിപ്പടിയിലാണ് അപകടം. കൊടുങ്ങല്ലൂരിലെ ശൃംഗപുരത്ത് വ്യാപാര സ്ഥാപനത്തിന് നേരെ ആക്രമണം. ചില്ലുകൾ തകർത്തു. ശൃംഗപുരത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന മേത്തല സ്വദേശി സിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഡ്രീം ബേക്കേഴ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ജീവനക്കാർ ബേക്കറി തുറക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. സ്ഥാപനത്തിന് മുൻവശത്തുള്ള 3 ചില്ലുകളും തകർത്ത നിലയിലാണ്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവല്ലയിൽ നിന്ന് കാണാതായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാവുകയായിരുന്നു. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയെ സ്റ്റേഷനിലാക്കിയ ശേഷം യുവാക്കൾ ഇവിടെ നിന്ന് കടന്നുകളയാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തൃശൂർ സ്വദേശികളായ അതുൽ, അജിൽ, ഇവർക്ക് സഹായം ചെയ്തു നൽകിയ ജയരാജ് എന്നിവരാണ് പിടിയിലായത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഇൻസ്റ്റഗ്രാമിലൂടെ ഇവർ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടതെന്നാണ് വിവരം. മൂവാറ്റുപുഴയിൽ വെച്ച് KSRTC ബസ്സിൽ നിന്നുമാണ് അതുലിനെ പിടികൂടിയത്. അജിലിനെ അന്തിക്കാട് നിന്നുമാണ് പിടികൂടിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവല്ലയിൽ നിന്ന് പെൺകുട്ടിയെ കാണാതായത്. പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോയ പെൺകുട്ടി പിന്നീട് വീട്ടിൽ തിരികെ എത്തിയില്ല. ഇതേ തുടർന്നാണ് വീട്ടുകാർ പോലീസിനെ സമീപിച്ചത്. വേനൽ കനത്തതോടെ കോൾപ്പാടങ്ങളിലെ തോടുകൾ വറ്റിത്തുടങ്ങി. വെട്ടിക്കടവിലെ 100 അടി തോട്ടിൽ വെള്ളം വറ്റിയ നിലയിലായി. പോർക്കുളം തുരുത്തിക്കാട് ബണ്ടിൽ ശേഖരിച്ച വെള്ളം തുറന്നുവിടുന്ന മുറയ്ക്ക് തോട്ടിൽ വെള്ളം നിറയും. മേഖലയിലെ പുഞ്ചകൃഷിക്ക് 100 അടി തോട്ടിലെ വെള്ളമാണ് പ്രധാന ആശ്രയം. വേനൽ കനത്തതോടെ തോടുകളിലെ വെള്ളം വേഗത്തിൽ വറ്റുന്നത് കർഷകരെ വലയ്ക്കുകയാണ്. ആദ്യം കൃഷിയിറക്കിയ പാടശേഖരങ്ങളിൽ നെല്ലിന് കതിരു വന്നിട്ടുണ്ടെങ്കിലും അവസാനം കൃഷിയിറക്കിയ സ്ഥലങ്ങളിൽ ഇനിയും ഏറെ നാൾ വെള്ളം ആവശ്യമുണ്ട്. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ വീടിന് തീയിട്ട് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. എടവിലങ്ങ് സ്വദേശി പാറയ്ക്കൽ ലാലുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ലാലുവിന്റെ ഭാര്യ രാഖി വാടകയ്ക്ക് താമസിക്കുന്ന എടവിലങ്ങ് കുഞ്ഞയിനിലെ വീടിന്റെ ജനൽ ചില്ല് അടിച്ചു തകർത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും വീടിന് മുൻവശത്ത് നിർത്തിയിരുന്ന രാഖിയുടെ സ്കൂട്ടർ കത്തിക്കുകയുമായിരുന്നു. ശബ്ദം കേട്ട് ഉറക്കമുണർന്ന രാഖി കട്ടിലിലെയും കിടക്കയിലെയും തീ വെള്ളമൊഴിച്ച് കെടുത്തിയതിനാൽ വൻ ദുരന്തമൊഴിവായി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മുൻപ് രാഖിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ലാലുവിനെതിരെ കേസ് നിലവിലുണ്ട്. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കാളിയാറോഡ് ചന്ദനക്കുടം ആണ്ട് നേർച്ച സമാപിച്ചു.
കേന്ദ്ര ജമാഅത്തിന് കീഴിലുള്ള 4 മഹല്ലുകളിൽപ്പെട്ട പള്ളികളിൽ നിന്ന് പള്ളിജാറത്തിലേക്ക് നേർച്ചകൾ എത്തി കൊടിയേറ്റം നടത്തിയതിനു ശേഷമാണ് മറ്റ് കമ്മിറ്റികളുടെ നേർച്ചകൾ പള്ളിയിലേക്ക് എത്തിയത്. അർബനമുട്ടും ഗജവീരന്മാരും ഇശൽ പാട്ടുകളോടെയുമായിരുന്നു നേർച്ചകൾ പള്ളിയിലേക്ക് എത്തിയത്. കാളിയാർ റോഡ് പള്ളി ജാറം കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ, സെക്രട്ടറി KM അബ്ദുൽ അസീസ്, ട്രഷറർ VS കാസിം ഹാജി എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ കർഷകരെ ദ്രോഹിക്കുകയാണെന്നാരോപിച്ച് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ സംഘടിപ്പിച്ച പാവങ്ങളുടെ പടയണി സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം K ശാരദാമ്മ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, CITU ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷങ്ങൾ. ഗുരുവായൂർ ഉത്സവ നാളുകളിൽ ദേശക്കാർക്ക് ഭക്ഷണം ക്ഷേത്രത്തിൽ നിന്നാണ്. രാവിലെയും വൈകിട്ടും ഭക്ഷണം വിതരണം ചെയ്യും. തൃശൂർ ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയും ജില്ലാ സ്പോർട്സ് കൌൺസിലും പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ PTA കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന കബഡി ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം SI U മഹേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അലി കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, കബഡി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ AG അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 13 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചാലിശ്ശേരി മുലയം പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് 1 ആഘോഷിക്കും. പൂരത്തിന് ഞായറാഴ്ച കൂറയിട്ടതോടെ തടകങ്ങളിൽ ഉത്സവ ആവേശമായി. ക്ഷേത്രം ഊരാളൻ കോതിരമന വലിയ വാസുദേവൻ നമ്പൂതിരിപ്പാട് കൂറയിടൽ ചടങ്ങ് നിർവഹിച്ചു. 13ാം കൂത്തിനാണ് ഇത്തവണ മുലയം പറമ്പത്തുകാവ് പൂരം. മാർച്ച് 1 വൈകിട്ട് നടക്കുന്ന പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിൽ പടിഞ്ഞാറേമുക്ക് ആഘോഷ കമ്മിറ്റിയുടെ കൊമ്പൻ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഉൾപ്പെടെ 46ഓളം ആനകൾ അണിനിരക്കും. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷനായി. അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ലോഗോ പ്രകാശനം ചെയ്തു. ജനപ്രതിനിധികളായ ലതി വേണുഗോപാൽ, TC മോഹനൻ, KD വിഷ്ണു, പ്രധാനാധ്യാപകൻ CF ഷാജു എന്നിവർ സംസാരിച്ചു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പുറ്റേക്കര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സല്യൂട്ട് സ്വീകരിച്ചു. പേരാമംഗലം SI സുഭാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുറുമാലിപ്പുഴയിലെ മുങ്ങിമരണം പതിവായ ആറ്റപ്പള്ളി കടവിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. സമീപ നാളുകളിൽ 4 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത്. കടവിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിലാണ് ബോർഡ് സ്ഥാപിച്ചത്. ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയും ആധ്യാത്മിക സത്സംഗവും സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട കാവനാട് രാമൻ നമ്പൂതിരി നേതൃത്വം നൽകി. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ശ്രീകോവിൽ ചെമ്പോല പൊതിയുന്നതിനായുള്ള ധനസമാഹരണ കൂപ്പൺ വിതരണവും നടന്നു. ക്ഷേത്രം ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് PG ശിവൻകുട്ടിക്ക് നൽകി ക്ഷേത്രം തന്ത്രി ഏറന്നൂർ നാരായണൻ നമ്പൂതിരി കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മേൽശാന്തി മോഹനൻ എമ്പ്രാന്തിരി, കഴകക്കാരായ ഗിരിജൻ പിഷാരടി, പുഷ്പ പിഷാരസ്യാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കിണറ്റിൽ നിന്നും 6 മൂർഖൻ പാമ്പുകളെ പിടികൂടി. വേളക്കോട് പുഴയ്ക്കൽ ചന്ദ്രന്റെ വീട്ടിൽ നിന്നുമാണ് 6 മൂർഖൻ പാമ്പുകളെ പിടികൂടിയത്. വനം വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വോളണ്ടിയേഴ്സ് അംഗങ്ങളായ ശ്രീകുട്ടൻ പേരാമംഗലം, അജീഷ് പെരിങ്ങാവ്, ലിജോ കേച്ചേരി എന്നിവർ ചേർന്നാണ് പാമ്പുകളെ പിടികൂടിയത്. 8 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന മൂർഖൻ പാമ്പുകളെയാണ് പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ പാമ്പുകൾ പ്രദേശത്ത് ഉണ്ടോ എന്ന ആശങ്കയിലാണ്. പിടികൂടിയ പാമ്പുകളെ ഉൾവനത്തിൽ വിടുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേച്ചേരി വേലൂർ റോഡ്, വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം റോഡ്, പാത്രമംഗലം റോഡ് എന്നീ റോഡുകളാണ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചിട്ടുള്ളത്.
വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ടി.ആർ. ഷോബി, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി.എഫ്. ജോയ്, വിനീത് എന്നിവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് എം മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ.എൽ. സെബാസ്റ്റ്യൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം നടത്തി. കേരള കോൺഗ്രസ് എം ഉന്നത അധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സി.ടി. ബാബു അധ്യക്ഷനായിരുന്നു. ബൈജു ലൂവിസ്, കെ.ജെ. ജെയിംസ്, സാംസൺ ചിരിയൻ കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളികളെ ഇ.എസ്.ഐ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പ്രസവ ധനസഹായം ഒറ്റത്തവണയായി നൽകണമെന്നും റിട്ടയർമെന്റ് സംഖ്യ വെട്ടിക്കുറച്ചത് പുനഃപരിശോധിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ടി.കെ. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ, എം. സത്യനാരായണൻ, തുളസി ശിവദാസൻ, സുധാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സിമന്റ് വർക്കേഴ്സ് യൂണിയൻ KTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന എ.എൽ. സെബാസ്റ്റ്യൻ മാസ്റ്റർ അനുസ്മരണം കാരുണ്യ ദിനമായി ആചരിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് C.V. കുര്യാക്കോസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സിമന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് A.C. ജോർജ് അധ്യക്ഷത വഹിച്ചു. കിടപ്പ് രോഗികൾക്ക് യോഗത്തിൽ സാമ്പത്തിക സഹായ വിതരണം ചെയ്തു. കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി N.J. ലിയോ, C.K. ജോസ്, C.A. സണ്ണി, പ്രസാദ് പുലിക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM കടങ്ങോട് മണ്ടംപറമ്പ് ബ്രാഞ്ച് ഓഫീസ് ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. പോൾ ജോസഫ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ഡോക്ടർ K.D. ബാഹുലയ്യൻ, ഏരിയ കമ്മിറ്റി അംഗം P.S. പ്രസാദ്, കടങ്ങോട് ലോക്കൽ സെക്രട്ടറി U.V. ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എന്നിവർ സംസാരിച്ചു. പീലിക്കാവടികളും പൂക്കാവടികളും മനം നിറഞ്ഞാടിയ മാടക്കത്തറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും അഭിഷേകവും നടന്നു. ക്ഷേത്ര മേൽശാന്തി ദീപു പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മച്ചാട് ഗവൺമെന്റ് LP സ്കൂൾ 107ാം വാർഷികാഘോഷം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം കെ. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NP മാലിനി, E. ഉമാലക്ഷ്മി, E.T. രാജേഷ്, KN രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലൂടെ അശാസ്ത്രീയമായി വെള്ളം തുറന്നുവിട്ടുവെന്ന ആക്ഷേപവുമായി കർഷകർ. മാങ്കുറ്റിപ്പാടത്തെ 7 ഏക്കറോളം നിലത്തിലെ വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാനാകുന്നില്ലെന്ന് പരാതി. ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വെള്ളച്ചാലിലേക്ക് മറിഞ്ഞു. കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ 375 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾക്കും നാളെ തുടക്കമാകും. ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. വടക്കാഞ്ചേരി ദേശം സാമ്പിൾ വെടിക്കെട്ട് നടത്തും. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.